ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്കെതിരെ പരാതിയുമായി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന ജയകുമാർ എന്ന വ്യക്തിക്ക് എന്നോട് വിരോധം ഉണ്ടാകാനുള്ള, ഞങ്ങളോട് അല്ലെങ്കിൽ വിരോധം ഉണ്ടാകാനുള്ള കാരണമാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിവിടെ താമസത്തിന് ഒറ്റയ്ക്ക് വാങ്ങി വന്നതാണ് 5 വർഷത്തേക്ക്. വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇവർക്ക് പട്ടിക്കൂട് പണി നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പണിക്കാർ ഇങ്ങനെ സിമൻറ്റും കല്ലൊക്കെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരുമ്പോൾ ഈ ജയകുമാറിൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു വഴിയാണ്. അപ്പോൾ തളർന്നപ്പോൾ അവർ ഇവൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ കല്ലും ഇതൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അവരെ, ഇവിടെ വയ്ക്കാൻ പറ്റൂല എന്ന്. അത് പൊതുവഴിയാണ്, നടവഴി എന്ന് പറഞ്ഞാൽ അവരെ ഷൗട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ അതിന് ഒന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് അങ്ങ് പോയി 2-3 ദിവസം. അപ്പോൾ ആ ചുമടെടുക്കുന്ന ആൾ തിരിച്ച് ഇയാളോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇവൻ ഭയങ്കര ഗമയിൽ വരും, അവർ വരട്ടെയാണെങ്കിൽ ഇയാൾ പേടിച്ചോടും. അങ്ങനെയാണ് ഇയാളുടെ സ്വഭാവം. അപ്പോൾ അയാൾ തിരിച്ച് ഷൗട്ട് ചെയ്തപ്പം ഇയാൾ പേടിച്ചോടി. അത് കഴിഞ്ഞ് 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നമ്മളിവിടെ പട്ടിക്ക് കൂട് പണിയുന്നു, അങ്ങനെ പണിക്കാർ വരുന്നു, അങ്ങനെ. അപ്പോൾ ഇവൻ കുറേ പൈസ ചിലവാക്കിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, ഇത് പട്ടിക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നതെന്ന് കണ്ടപ്പോൾ പുള്ളി ജോലിക്കൊന്നും പോകത്തില്ല, 24 മണിക്കൂറും വെള്ളമടിച്ച് വീട്ടിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളി എൻ്റെ ഹസ്ബൻഡിനോട് ഒരു 500 രൂപ കടം ചോദിച്ചു. ആദ്യം അതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് എനിക്കൊരു ജോലി എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരണം. പുള്ളി ബാറുകളിലാണ് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത്, വേറെ എങ്ങും ജോലിക്ക് പോകത്തില്ല, ബാറുകളിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം, ഈ ബാറുകളിൽ പോകുന്നതിൻ്റെ രഹസ്യം. അപ്പോൾ എനിക്ക് ഒരു ജോലി വാങ്ങി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുള്ളിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലാത്ത ആളായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് ശ്രമിച്ചില്ല. അപ്പോൾ പിന്നെ ഇയാൾ 500 രൂപ കടം ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകുന്ന പാട് ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ സത്യത്തിൽ കൊടുത്തില്ല. ആ വിരോധമാണ് പുള്ളിക്ക് ഞങ്ങളുമായിട്ട് ഉള്ളത്. അപ്പോൾ ഇയാൾ നടന്നിങ്ങനെ ആളുകളോട് അന്ന് മുതൽ പറയുകയാണ്, ഞങ്ങൾ പട്ടിത്തീട്ടം കോരി ഇയാളുടെ കോമ്പൗണ്ടിലേക്ക് ഇടുന്നു, നാറ്റം സഹിക്കാൻ വയ്യ, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരങ്ങളോടും അയൽവക്കെ താമസിക്കുന്ന എൻ്റെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു. കേട്ട് സഹിയില്ലാതെ ഇവരെല്ലാവരും കൂടെ ഒരു ദിവസം കാണാൻ വന്നു, ഈ കോരി എറിഞ്ഞത് കാണാൻ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇത് ഷൗട്ട് ചെയ്ത് അടിക്കാനായിട്ട് ഇങ്ങനെ പോയപ്പം പുള്ളി അകത്തോട്ട് കയറി ഓടി കതവ് പൂട്ടി. ഇതാണ് ആദ്യത്തെ സംഭവം. അങ്ങനെയാണ് ആദ്യം എൻ്റെ ഹസ്ബൻഡ് അടിക്കാൻ പോയി എന്ന് പറഞ്ഞ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത്. ആദ്യത്തെ സംഭവം ഇതാണ്. അപ്പോൾ ഈ 500 രൂപ കൊടുക്കാത്തതാണ് പുള്ളിക്ക് ഞങ്ങളോടുള്ള വിരോധം. അതിന് പറയുന്നത് ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങൾ കുറേ പട്ടിക്ക് കൊടുക്കാൻ പൈസയുണ്ട്, അയാൾക്ക് കൊടുക്കാൻ പൈസയില്ല എന്നതാണ് അയാളുടെ പരാതിയും ഞങ്ങളോടുള്ള വിരോധവും.